ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. എൻ്റെ രാവിലത്തെ ഗുഡ് മോർണിംഗ്. ഞാൻ തൊഴിലുറപ്പിന് പോയി നമ്മൾ അവിടെ നിന്ന് വരുന്ന വഴിക്കാണ് ഞങ്ങളുടെ നാട്ടിലെ ഒരു പേര് കേട്ട ഒരു കുളമാണ് നെല്ലിയോട് കുളം എന്ന് പറയും. അപ്പം നമ്മുടെ കൊറണക്കോട് വാർഡിലെ ഏറ്റവും വലിയ കുളം എന്ന് തന്നെ പറയാം. കാരണം ഒരു തൊഴിലുറപ്പ് അവസാനിച്ചാലും 100 ദിവസം പണി ചെയ്താലും അത് വൃത്തിയാക്കി അത്രയും വലിയൊരു കുളമാണ്. അപ്പോൾ കുറേ പ്രാവശ്യമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. 25 വർഷത്തിന് മുന്നേ ഞങ്ങളെല്ലാവരും അവിടെ തുണി അലക്കാനും നനയ്ക്കാനും കുളിക്കാനും എല്ലാത്തിനും നീന്തി കളിച്ച് അങ്ങനെ ഒരു വലിയൊരു കുളമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഞാൻ എടുത്തത്. പിന്നെ ഞാനിന്നൊരു എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു ടിപ്സുമായിട്ടാണ് വന്നത്. ഞങ്ങളുടെ പണി ചെയ്തുകൊണ്ടിരുന്ന സൈറ്റിലെ ഒരു വൈദ്യര് വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം ഉടനടി ഒരു മരുന്ന്, ഒരു നല്ല തൈലം എന്ന് പറഞ്ഞാൽ കഴുത്ത് വേദന, കാൽമുട്ട് വേദന എല്ലാത്തിനുള്ള നല്ലൊരു വൈദ്യരാണെന്നാണ്. കാരണം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. കാരണം കൈയൊക്കെ വയ്യാതെ ഇരുന്ന നല്ല കൈ ഇതൊക്കെ വയ്യാതെയൊക്കെ ഇരുന്നവർക്കൊക്കെ മരുന്ന് ഇട്ടപ്പോൾ തന്നെ ഒരു 10 മിനിറ്റിനകത്ത് വെച്ച് നല്ല സുഖമായി. അപ്പോൾ ഞാൻ അങ്ങേര് പറഞ്ഞു തന്ന ഒരു മരുന്നാണ്. നമ്മളെ മൈഗ്രെയിൻ മാറാൻ എളുപ്പത്തിലുള്ള ഒരു വഴിയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പരീക്ഷിച്ച് നോക്കണം. എൻ്റെ മകൾക്കും മരുമകനുമുണ്ട്. അപ്പോൾ അവർക്കത് പറഞ്ഞു കൊടുക്കണം. അവിടെ ഉണ്ടെങ്കിൽ അവരോട് എടുത്ത് ചെയ്യാൻ പറയണം. അപ്പോൾ ഞാനത് പരീക്ഷിക്കാൻ അവരുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് അതിന് നിങ്ങൾക്കും കൂടെ ഒന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ആനമുന്തിരി എന്ന് പറയുന്നത് നമ്മളെ നാട്ടുമുന്തിരി, അതിൻ്റെ ഇല ഞാൻ മരം കാണിച്ചു തന്നില്ലേ. അപ്പോൾ അതിൽ നിന്നും തിളിര് ഇല, അപ്പോൾ അതിൻ്റെ തിളിരില എടുത്ത് അതിൻ്റെ അറ്റം നമ്മൾ ഈ വെറ്റേര തുമ്പ് പോലെ അറ്റം മുറിച്ചെടുത്ത് ചെന്നിയുടെ 2 സൈഡിലും ഒട്ടിച്ച് വെക്കുക. മുടി ഉള്ളതുകൊണ്ട് എനിക്കത് ഒട്ടിയിരുന്നില്ല. അപ്പോഴത്തേക്ക് അത് ഒട്ടിച്ച് വെക്കുക. നല്ല ഇളകി പോകാത്ത രീതിയിൽ വെള്ളത്തിന് നനച്ചിട്ട് ഒന്ന് ഒട്ടിച്ചാലും മതി. അങ്ങനെ ഒട്ടിച്ച് വെക്കുമ്പോൾ അത് നമ്മൾ എടുത്ത് കളയണ്ട, തനിയെ ഇളകി പൊയ്ക്കോളും. അങ്ങനെ കാരണം അത് ചെയ്യുന്നത് നമ്മൾ ആ ഇല എടുത്തുകൊണ്ട് വച്ചിരുന്നിട്ട് നമ്മളങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ഇനിയും സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും അതിൻ്റെ ഈ തെളിരില അതിൻ്റെ മൂട്ടിൽ ചെന്ന് പറിച്ച് അപ്പോൾ തന്നെ വയ്ക്കണം. അത് രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ അതിൽ നിന്നെടുത്ത് 2 അറ്റത്തും ഇതിൻ്റെ തുമ്പെടുത്ത് വയ്ക്കുക. അതുപോലെ തന്നെ വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും ഇതിൻ്റെ അറ്റം ഒട്ടിച്ച് അവിടെ വയ്ക്കുക. അപ്പോൾ അത് മൂട്ടിച്ചെന്ന് എടുക്കുന്നത് നമ്മൾ ഈ വയ്ക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല, തൊട്ടുരിയാടാൻ പാടില്ല എന്നാണ് അതിൻ്റെ ഒരു ശാസ്ത്രം അദ്ദേഹം പറഞ്ഞു തന്നത്. ഇത് തുടരെ 3 ദിവസം ഇത് ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതേപോലെ 3 ദിവസം നമുക്ക് ചെയ്ത് അതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് കിട്ടുന്ന അറിവ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. എനിക്കറിയാവുന്ന മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിലൂടെ അങ്ങ് പങ്കുവെച്ച് വന്നു പോയാൽ തന്നെ എൻ്റെ വീഡിയോ എടുത്ത് കാണുമ്പോഴെങ്കിലും എനിക്കത് ഓർമ്മ വരുമല്ലോ. അപ്പം ഞാൻ അതിനു വേണ്ടി നിങ്ങൾക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രം. ഞങ്ങളുടെ ജോലിക്ക് പോകുമ്പോൾ ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ഒരു അമ്പലമാണ്, ചെറിയൊരു അമ്പലമാണ്, ഭൂതത്താൻ ക്ഷേത്രം. അപ്പോൾ അതിൻ്റെ പരിസരത്ത് കൂടിയാണ് ഞങ്ങൾ ജോലിക്ക് പോകുന്നത്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.